Hey guys, welcome to my channel JR Travel Vlogs. So, ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡിജിടെക്കിൻ്റെ LED T10W RGB മിനി വീഡിയോ ലൈറ്റാണ്. സോ അൺബോക്സിങ് വീഡിയോന് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കവറൊക്കെ കാണുമ്പോഴേ മനസ്സിലായി കാണുമല്ലോ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ മിനി RGB ലൈറ്റ്. ഓക്കെ, സോ ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. നല്ല ടൈറ്റ് പാക്കിംഗ് ആയിരുന്നു. സോ തുറക്കുമ്പോൾ തന്നെ എല്ലാ ഗാഡ്ജറ്റ്സിനും ഉള്ളതുപോലെ ഇതിനൊരു യൂസർ മാനുവൽ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആരും ഇത് വായിക്കില്ലല്ലോ, സോ ഇത് മാറ്റി വെച്ചേക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മിനി വീഡിയോ ലൈറ്റ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു നല്ല വെള്ള കളർ ഒരു കുട്ടി ബോക്സ് പോലെയുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഡിഫ്യൂസർ കൂടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഊരി മാറ്റാം, ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ പാർട്സിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ 2 കൺട്രോളിങ് നോബ്സ് ഉണ്ട്, ഒരു LED സ്ക്രീൻ ഉണ്ട്, പിന്നെ ലൈറ്റ്സ് മാറ്റാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഒരു ചാർജിങ് പോർട്ട് കൂടെ ഉണ്ട്. ഓക്കെ, സോ ഇനി അടുത്തത് ഒരു ഷൂ മൗണ്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാമറയിൽ അറ്റാച്ച് ചെയ്തിട്ട് വീഡിയോസ് എടുക്കുന്നത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ അത് കൂടാതെ നമുക്കൊരു C-ടൈപ്പ് കേബിൾ കൂടെ പ്രൊവൈഡ് ആയിട്ടുണ്ട്. ഒരു വലിയ നീളമില്ലാത്ത ഒരു ചെറിയൊരു C-ടൈപ്പ് കേബിളാണ് പ്രൊവൈഡ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ യൂസിനെ കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചും നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അൺബോക്സിങ്ങിൽ ഈ ഒരു ഡിഫ്യൂസറിനെ കണ്ടിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഡിഫ്യൂസർ തരുന്നതെന്ന് വെച്ചാൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ്, ഒരു റിച്ച് ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് മുകളിലും താഴെയായിട്ട് സ്ക്രൂ മൗണ്ട് തന്നിട്ടുണ്ട് നമുക്ക് ക്യാമറയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഇതിലൊരു മാഗ്നറ്റിക് സൈൻ കാണുന്നുണ്ടല്ലോ, ഇത് മാഗ്നറ്റിക് അറ്റാച്ച് ചെയ്തിട്ട് ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് തേർഡ്, ഇവിടെ നമുക്ക് ഒരു LED സ്ക്രീൻ തന്നിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ ടെമ്പറേച്ചറിനെ കുറിച്ചും സാച്ചുറേഷനെ കുറിച്ചും അങ്ങനത്തെ കുറച്ച് ചെറിയ ഡീറ്റെയിൽസിനെ കുറിച്ചും ബ്രൈറ്റ്നെസ്സിനെയൊക്കെ കുറിച്ചിട്ടും പറയുമ്പോൾ ചെറിയ ഡീറ്റെയിൽസൊക്കെ തരുന്നതായിരിക്കാം. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ ചാർജിങ് പോർട്ടാണ്. Type-C കേബിളാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് Type-C കേബിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റർ പ്രൊവൈഡഡ് അല്ല, ഓൺലി കേബിൾ ഇസ് ബീൻ പ്രൊവൈഡഡ്. ആൻഡ് ഓക്കെ, നമുക്ക് ഇനി വരുന്നത് നമ്മുടെ 2 നോബ്സ് ആണ്, നമ്മളെ റെഗുലേറ്റിംഗ് നോബ്സ് ആണ്. ഒന്ന് ഓപ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാനും ഒന്ന് പ്ലസ് ആൻഡ് മൈനസ് റെഗുലേഷൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു 4 എഫക്ട്സ് ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റിൻ്റെ ലൈറ്റ് കൺട്രോളിങ്ങിൻ്റെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു മോഡ് ബട്ടൺ തന്നിട്ടുണ്ട്. M എന്ന ഈ ഒരു യെല്ലോ ബട്ടൺ ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ CCT ആണ്, പിന്നെ HSI, പിന്നെ എഫക്റ്റ്. ഈ 3 ഓപ്ഷൻസ് ആണ്. ഒരു 4ാമത്തെ ഓപ്ഷൻ ഓഫ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് CCT എന്നൊരു ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ് ബട്ടണിലോട്ട് നമ്മൾ ഈ LED സ്ക്രീനിൽ നോക്കുമ്പോൾ മോഡ് ബട്ടണിലുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് CCTയിൽ വരുമ്പോൾ നമുക്ക് വാം ആൻഡ് ബ്രൈറ്റ് ലൈറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെഗുലേറ്ററിൽ നമുക്ക് ഈ ഒരു റെഗുലേറ്റിംഗ് നോബ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്രൈറ്റ് ആൻഡ് വാമിലുള്ള റെഗുലേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് കാണാമല്ലോ അല്ലേ. ഓക്കെ, ഇപ്പോൾ വാമാണ്, നമുക്ക് ബ്രൈറ്റ് ആക്കാം. വൈറ്റ് ലൈറ്റിലോട്ട് വരാം. ഓക്കെ, ശരി, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ പോവാം, HSI. ഓക്കെ, ഇതിലും നമുക്ക് ഈ മോഡ് ബട്ടണിലോട്ട് ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ, എന്നൊരു ഇത് വരുമ്പോൾ നമുക്ക് ഈ റെഗുലേറ്റർ ബട്ടൺ വെച്ച് നോക്കിയിട്ട് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പിങ്ക് കളറാണ് ഇതിൽ കാണുന്നത്. ആൻഡ് ഓക്കെ, നമുക്ക് പിങ്ക് ആണ് കാണുന്നത്. നമുക്ക് ഈ റെഗുലേറ്റർ വെച്ചിട്ട് ആൻഡ് വേരിയൻസ് ഓഫ് പിങ്ക് വരും. അത് കഴിഞ്ഞപ്പോൾ യെല്ലോ ആയി, ഓറഞ്ച് ആയി, അങ്ങനെ ഈ റെഗുലേറ്റിംഗ് ബട്ടൺ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് എഫക്റ്റ്. ഓക്കെ, എഫക്റ്റിൽ വരുമ്പോൾ നമുക്ക് 21 പ്രീസെറ്റ് എഫക്റ്റ് ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതേ കണക്ക് ഈ റെഗുലേറ്റർ മോഡ് എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് മാറ്റാം.
റെഗുലേറ്റർ വെച്ചിട്ട് നമുക്ക് +1 ആണ്. ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാം. ആൻഡ് മോഡിൽ വെച്ചിട്ട് നമുക്ക് ഓരോരോ, അതായത് ഈ പറഞ്ഞ കണക്ക് 21 പ്രീസെറ്റ് മോഡ്സ് അവൈലബിൾ ആണ് ഇതിൽ. എഫക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണ് ഇപ്പം ഇത് വന്നിട്ട് ഫയർ ട്രക്കിൻ്റെ എഫക്റ്റാണ്. ഇത് സ്ട്രോബ് 1 ആണ്. നമുക്കിപ്പോൾ ലൈറ്റ്നിങ് പോലത്തെ എഫക്റ്റുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇയാളുണ്ട്. ആൻഡ് അങ്ങനെ ഒരുപാട് ഇത് ചേസ്ലോ അങ്ങനെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂസിനനുസരിച്ച് ഇത് മാറ്റാവുന്നതാണ്. ആൾ ഭയങ്കര ചെറുതാണെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്ന് 1700 rupees-നാണ്. ഓക്കെ, ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഇതൊരു നല്ലൊരു ക്യൂട്ട് ആൻഡ് വെരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. സോ ഇനി നെക്സ്റ്റ് വരുന്ന അപ്കമിങ് വീഡിയോസിലൊക്കെ ഇതെന്തായാലും എൻ്റെ ഗാഡ്ജറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. എനിക്കൊരു ഹെൽപ്ഫുൾ ബഡി തന്നെയാണിത്. ഇത് മെയിൻലി ഐ തിങ്ക് യൂട്യൂബേഴ്സ് ആൻഡ് ട്രാവൽ വ്ളോഗേഴ്സിന് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പുള്ളിക്കാരൻ പോക്കറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ്, ലൈറ്റ് വെയ്റ്റഡ് ആണ്. സോ ഇറ്റ്സ് മൈ സജഷൻ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഐ വിൽ ഡു റിപ്ലൈ. ഓക്കെ, അപ്പോൾ ശരി, ബൈ.